ഊതം വർഷമംഗളഗോളം ദും ദും. ഇനിയെങ്കിലും ഒന്ന് പറയടേ. നീ വാ. നല്ല പണി കിട്ടിയ ലക്ഷണം ഉണ്ടല്ലോ. പൊത്തിയിട്ട് വാടേ. നീ ആദ്യം പൊത്തടേ, 4 അളിഞ്ഞ ബീറും വാങ്ങിച്ചു വന്നിട്ട്. പേശായിട്ടൊരു പണി കിട്ടി. എനിക്കും പണി കിട്ടുമെന്നാ തോന്നണേ. ഇന്നലെയും കൂടി ഇന്നും കൂടി. ഇന്നലെ ആരുടെ ആയിരുന്നു? നമ്മുടെ മാധവനില്ലേ, അവന്റെ ഒരു ചെലവായിരുന്നു. അവൻ ഞാനിവിടെ സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോഴ അവന്റെ ഒരു മാധവൻ. നീ പറയാളിയാ, ആടാ നിനക്ക് പണി തന്നത്? ഏത് പെണ്ണാ? ഒരു പന്നപ്പൂ. എന്തോന്ന്? ഒരു പന്ന പെണ്ണ്. നിന്നോടൊന്നും പറയാതെ വെച്ചിരുന്നൊരു റിലേഷൻഷിപ്പാ. എന്നിട്ടാ റിലേഷൻഷിപ്പ് എങ്ങനെയാ ഒളിഞ്ഞേ? അതറിയണമെങ്കിൽ അവളെ ആദ്യം കണ്ടതൊട്ട് പറയണം. നീ ആദ്യമായിട്ട് അവളെ കണ്ടത് ബസ്സിൽ വെച്ചല്ലേ അളിയ? അല്ല. അപ്പോ ലൈബ്രറി വെച്ചായിരിക്കും. അല്ലടേ. എങ്കിൽ പിന്നെ പറഞ്ഞ വീട്ടില്. നിർത്തണേ. ഞാൻ അവളെ കാണുന്നത് ആ ന്യൂസ് ചാനലിലാ. ന്യൂസ് വായിക്കണതാ അവളുടെ ജോബ്. ഓ, തൊഴിൽ. ഞാൻ അവളെ പരിചയപ്പെട്ടു, നമ്പറൊക്കെ വാങ്ങിച്ചു. അളിയാ നിർത്ത്. കഥയ്ക്കിന് എന്ന് പറഞ്ഞ് തീരാനാ? അവള് പണി എങ്ങനെയാണെന്ന് പറ. ഇന്ന് രാവിലെ അളിയാ പണി കിട്ടിയത്. ഇന്ന് അവളെ പ്രപ്പോസ് ചെയ്യാനായിട്ട്. അവള് റിജക്റ്റ് ചെയ്തതിലല്ല എനിക്ക് വിഷമം. അത് കഴിഞ്ഞിട്ട് അവൾ എന്താ പറഞ്ഞതെന്നറിയോ? ഇല്ല. അവളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞന്ന് അവളുടെ കെട്ട് ഉറപ്പിച്ചെന്ന്.
അയ്യോ, അതാണല്ലേ എന്നെ കൊന്നു കളഞ്ഞത്. കൊന്ന ചത്ത്. ഒന്നും ആയില്ല. എനിക്കും എന്തോ ഇനി ഞാൻ ഒരു കഥ പറയാന്നു. ഓ ശ്രദ്ധിക്കടാ, നിന്റെ കഥ ഞാൻ കേട്ടോണ്ടിരുന്നില്ലേ? നീ പറയളിയാ. ആ, ഇന്നലെ ആ മാധവൻ പറഞ്ഞതാ, മിക്ക റിലേഷൻഷിപ്പും തുടങ്ങുന്ന പോലെ ഇതും തുടങ്ങിയത് ഒരു ക്യാമ്പസിൽ നിന്നാ. ആ പറ, ഏതാ പെണ്ണ്? ആദ്യം പയ്യനെ കുറിച്ച്. അവൻ കോളേജിൽ ഒരു തല്ലിപ്പൊളിയായിരുന്നു. ഓ, അവൻ കഷ്ടപ്പെട്ട് അവളുടെ പുറകെ നടന്നു. അവസാനം അവൾ തിരിഞ്ഞു പോലും നോക്കിയില്ലളിയാ. ഗ്രാജുവേഷൻ കഴിഞ്ഞ് അവൾക്ക് ജോലി കിട്ടി. അവൻ പൊട്ടിത്തള്ളിയല്ലേ? അവൻ പൊട്ടിത്തള്ളി, പക്ഷെ അവന് ജോലി കിട്ടി. അതും സ്വന്തം അച്ഛൻ്റെ കമ്പനിയിൽ നിന്ന്. നീ ബാക്കി പറ. ആ, ജോലിയെ കിട്ടി. കാശക്കായ തമ്പാനൂര്. ഇങ്ങനെ ആ കൊള്ളാം. ഇനി പറ. ജോലിയൊക്കെ ആയിട്ട് അവൻ വീട്ടിൽ പോയി പറഞ്ഞ എന്തുവാന്നറിയോ? എന്തുവാ പറഞ്ഞേ? അവൻ അവളെ തന്നെ കെട്ടണമെന്ന്. നാട്ടിലെ ലാഡ് ടീമിന്റെ മകനായോണ്ട് അവളുടെ വീട്ടുകാരെ സമ്മതിച്ചു. കല്യാണം കഴിഞ്ഞാ? ഇല്ല, ഇനിയല്ലേ സസ്പെൻസ്. ഓ, ആ ശ്യാമ. നീ ബാക്കി പറ. ഇനിയാണ് നിന്റെ സസ്പെൻസ്. എന്തോന്ന്? നിന്റെ പെണ്ണിന്റെ പേര് പാർവതി എന്നല്ലേ? ഇന്നലെ ഞാൻ കുടിച്ച ബിയർ മാധവൻ വാങ്ങിച്ചു തന്നതാ. പാർവതിയായിട്ടുള്ള അവൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞതിൻ്റെ ചിലവാ. ഇന്ന് ഞാൻ കുടിച്ചത് അതേ പാർവതി നിനക്കിട്ട് പണിഞ്ഞതിൻ്റെ വിഷമത്തിന്. സന്തോഷമായാലും വിഷമമായാലും നമ്മളൊരു കാര്യം പറയും. ഏതാ? നമ്മുടെ ലാലേട്ടൻ തൂവാലത്തുമ്പിൽ പറയുന്ന പോലെ, നമുക്ക് ഒരു നാരങ്ങ വെള്ളം കാച്ചിയാലോ? ശ്യാം. ഇങ്ങോട്ട്. ഹലോ, ഇപ്പൊ ഇങ്ങോട്ട് പോരെ, ഞാൻ കുപ്പിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തടേ കാര്യം? നിന്നോട് ഞാൻ പറഞ്ഞില്ലയോ, മുടിഞ്ഞു പോരെ, എനിക്കുമല്ല ഇടത്തളിയാ വെച്ചിട്ട് പോടാ.